ആലുവയിൽ കേരള സ്റ്റേറ്റ് ടഗ് ഓഫ് വാർ അസോസിയേഷന്റെയും എടത്തല അൽ-അമീൻ കോളേജിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന വടംവലി ചാമ്പ്യൻഷിപ്പിന് ആവേശോജ്വലമായ സമാപനം. 11 കാറ്റഗറികളിൽ 2 ദിവസങ്ങളിലായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ 1500-ലധികം കായിക താരങ്ങളാണ് പങ്കെടുത്തത്. വിജയികൾക്കുള്ള സമ്മാനദാനം കേരള സ്റ്റേറ്റ് ടഗ് ഓഫ് വാർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് വാഴക്കൻ നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് ടഗ് ഓഫ് വാർ അസോസിയേഷനും എടത്തല അൽ-അമീൻ കോളേജും സംയുക്തമായി സംഘടിപ്പിച്ച സംസ്ഥാന വടംവലി ചാമ്പ്യൻഷിപ്പാണ് സമാപിച്ചത്. 11 കാറ്റഗറികളിൽ 2 ദിവസങ്ങളിലായി നടന്ന ചാമ്പ്യൻഷിപ്പിൽ 1500-ലധികം കായിക താരങ്ങൾ പങ്കെടുത്തു. വാശിയേറിയ മത്സരങ്ങൾക്കൊടുവിൽ 3 സ്വർണവും 2 വെള്ളിയും വീതം ഇടുക്കി, തൃശൂർ ജില്ലകൾ കരസ്ഥമാക്കിയപ്പോൾ 2 സ്വർണവും 4 വെള്ളിയും 2 വെങ്കലവുമാണ് കണ്ണൂരിന്റെ നേട്ടം. 2 സ്വർണവും 1 വെള്ളിയും മലപ്പുറം നേടി. സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും കേരള സ്റ്റേറ്റ് ടഗ് ഓഫ് വാർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് വാഴക്കൻ നിർവഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ഷാൻ മുഹമ്മദ് അധ്യക്ഷനായി. അൽ-അമീൻ കോളേജ് ഓഫ് മെഡിക്കൽ സയൻസ് മാനേജർ ഡോക്ടർ ഷഫീഖ് റഹ്മാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഡോക്ടർ ഡിനോ വർഗീസ്, ഡോക്ടർ മെറ്റിൽഡ തോമസ്, സംസ്ഥാന ട്രഷറർ ജോൺസൺ ജോസഫ്, ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ഇനി മുതൽ ലൈറ്റ് റേറ്റിലും ലൈറ്റ് വെയ്റ്റിലും ഡെയിലി ട്രെൻഡായി അണിഞ്ഞൊരുങ്ങാൻ ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം.